എടാ നിനക്കൊന്നും അറിയാത്തൊരു സി കെ വിനീത് ഉണ്ട്. കോപ്പലാശാന്റെ സീസണിന്റെ പകുതിയിൽ വെച്ചിട്ട് ബംഗളൂരുവിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് സി കെ വിനീത് കത്തിച്ച ഒരു കത്തിക്കലുണ്ട്. അതൊരു ഒന്നൊന്നര കത്തിക്കലാണ്. അന്ന് പകരക്കാരനായിട്ട് FC ഗോവയ്ക്കെതിരെ ഇറങ്ങി അവസാന മിനിറ്റിൽ, ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിന്റെ ആകാശത്തിലേക്ക് പിടിച്ചു ഉയർത്താൻ അന്ന് സി കെ വിനീതിന് കഴിഞ്ഞു. കിടില മൊമെന്റ്സ് ഒക്കെ സി കെ വിനീത് അന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. കേവൻസ് ബെൽഫോർട്ടുമായിട്ട് ചേർന്നുള്ള ഈ സെലിബ്രേഷനൊക്കെ കിഡിലായിട്ട് സി കെ വിനീത് ചെയ്ത് നമ്മുടെ രോമാഞ്ചത്തിനെ ഉണർത്തിയ താരം തന്നെയാണ്. പിന്നീട് അനഭിമതനായി തന്നെയാണ് സി കെ വിനീതിനും ബ്ലാസ്റ്റേഴ്സിന്റെ പടിയിറങ്ങേണ്ടി വന്നത് എന്നുള്ളത് സങ്കടപ്പെടുന്ന ഒരു കാര്യം. അതേ സി കെ വിനീത് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങളിലൊന്നും അധികം ഇടപെടാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം എന്തായാലും ഒന്ന് ഇടപെടാൻ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിട്ടാണ്. മാനേജ്മെന്റ് എത്രമാത്രം പിഴച്ചതാണ്, ടീമിന്റെ സ്റ്റെബിലിറ്റിയും സ്ട്രക്ചറും എത്രമാത്രം മോശമാണ് എന്നൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കളിക്കളത്തിൽ വിയർപ്പൊഴുക്കി കളിക്കാൻ വരുന്ന 11 താരങ്ങൾ തീർച്ചയായിട്ടും ഗാലറിയിലെ ആരാധകരുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബഹിഷ്കരണത്തിനോട് തനിക്ക് താല്പര്യമില്ല. എന്ത് വന്നാലും നമ്മൾ ഗാലറിയിൽ എത്തിയിട്ടായാലും പ്രതിഷേധം അറിയിക്കണം എന്നുള്ളൊരു തീരുമാനമാണ്, ഒരു അഭിപ്രായമാണ് സി കെ വിനീത് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധകർ ബഹിഷ്കരിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഈ കച്ചവടം മാത്രം നോക്കുന്ന മാനേജ്മെന്റിന് ഇനിയും നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ മാറില്ല എന്നുള്ള ബോധം കൊണ്ട് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, നല്ല പരിശീലകനെ കൊണ്ടുവന്നു, കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങി. ഒരു പരിധി ആരാധകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റിനെതിരെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും കളിക്കളത്തിൽ വിയർപ്പൊഴുക്കി കളിക്കുന്ന 11 താരങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ആരാധകർ ഗാലറിയിലേക്ക് എത്തണം എന്നാണ് സി കെ വിനീത് പറയുന്നത്. ഈ ക്ലബിനോടെന്നും എപ്പോഴും ആരാധകർ കൂടെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം 60,000-ലധികം കാണികളുമായിട്ടും 2000-ഓളം കാണികളുമായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മോശം സാഹചര്യത്തിലും ഏറ്റവും മികച്ച കാലഘട്ടത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് കൊച്ചിയിൽ കളിച്ചിട്ടുള്ള താരമാണ് സി കെ വിനീത്. സോ വിനീതിന്റെ വാക്കുകളെ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഗാലറിയിലെത്തി മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കണം. സത്യം പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് മാറണം. അമ്മാതിരി പിഴച്ച ഒരു നായിൻ്റെ മോനെ എങ്ങാണ്ടെന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഒഡീഷയെന്ന് കയറ്റിക്കൊണ്ട് വന്ന് അവൻ്റെ പെണ്ണുമ്പിള്ളയും അനിയനെയൊക്കെ പിടിച്ച് ക്ലബിൻ്റെ കീ പൊസിഷൻസിലിരുത്തി അവൻ്റെയൊക്കെ കുടുംബാധിപത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്ലബ്ബിൽ. പറഞ്ഞു വന്നാൽ മൂഡ് വേറെ രീതിയിൽ ചേഞ്ച് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് നിർത്തുവാണ്.